ഹലോ ഫ്രണ്ട്സ്, അപ്പൊ നമ്മുടെ കടയുടെ ഉദ്ഘാടനം കഴിഞ്ഞു കേട്ടാ. സൺഡേയിലായിരുന്നു ഉദ്ഘാടനം ഉണ്ടായിരുന്നത്. ഇതാണ് നമ്മുടെ കടയുടെ മുന്നത്തെ ലുക്ക് ഉണ്ടായിരുന്നത് കേട്ടോ. പിന്നെ ഇത് നമ്മൾ സാധനങ്ങളൊക്കെ എടുത്തതിന്റെയാണ്. നമ്മള് പല സ്ഥലത്തുനിന്നും പോയിട്ട് സ്റ്റോക്കുകൾ എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് കുറെ കൊറിയർ ആയിട്ട് വന്നിട്ടുള്ളതും അങ്ങനെയൊക്കെ കാര്യങ്ങളായിട്ടുള്ളത്. അപ്പൊ നമ്മൾ രാത്രിയിലും പണി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ കടയിലും. വയറിങ്ങിന്റെ കാര്യങ്ങളും ബാക്കി കാര്യങ്ങളൊക്കെ ആയിട്ട് രാത്രിയിലും പണി ഉണ്ടായിരുന്നു കടയിൽ. അപ്പൊ നമുക്ക് പെട്ടെന്ന് തുറക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു കടവുമായിട്ട് കിട്ടി. പിന്നെ നമ്മൾ ഈ മരത്തിന്റെ, അതായത് പ്ലൈവുഡിന്റെതും പിന്നെ എങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്, ഫുള്ള് ശരിക്കും ഗ്ലാസ് വർക്ക് ചെയ്യാനുള്ള എമൗണ്ട് നമ്മുടെ കയ്യിൽ ഇല്ലാത്ത കാരണം കൊണ്ടാണ് കേട്ടോ ഇങ്ങനെ ആക്കിയിട്ട് എടുത്തിട്ടുള്ളത്. പിന്നെ ഇതില് ഒരു യെല്ലോ കളർ, യെല്ലോ എന്ന് പറയുമ്പോൾ ഒരു ലൈറ്റ് യെല്ലോ ആണ് കേട്ടോ. ഒരു വാഴക്കൂമ്പിന്റെ കളറിനോട് സാമ്യമുള്ള ഒരു കളറാണ്. പിന്നെ ഒരു സൈഡ് നമ്മൾ ബ്ലാക്ക് ആണ് അടിച്ചിട്ടുള്ളത് കേട്ടോ. നമ്മുടെ ആ സൈഡ് ബ്ലാക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടേതായിട്ടുള്ള ഐറ്റംസ് ഇല്ലേ, അത് വെക്കാൻ വേണ്ടിയിട്ടാണ് ബ്ലാക്ക് അടിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പുറത്തുള്ളത് ഫാൻസി ഐറ്റംസ്, പിന്നെ റോൾഡ് ഗോൾഡ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിട്ടാണ് കേട്ടോ. ഫുള്ള് നമ്മൾ തട്ടടിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഹാങ് ചെയ്യാൻ വേണ്ടിയിട്ട് അടിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ കമ്മല് നമ്മൾ മെയിൻ ആയിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യണ കാരണം കൊണ്ട് നമ്മൾ കമ്മലിനുള്ള സാധനങ്ങൾ അടിച്ചിട്ടുണ്ട്. പിന്നെ ഇതൊക്കെ റോൾഡ് ഗോൾഡ് ഇല്ലേ, ഗ്യാരണ്ടി ഐറ്റംസ് ആയിട്ട് കൊടുക്കുന്നില്ലേ, അതിന് വേണ്ടിയിട്ടാണ്. പിന്നെ ഇതാണ് നമ്മുടെ ഐറ്റം വെക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇത് സംഭവം ചെയ്തിട്ടുള്ളത് കേട്ടോ. ഫുള്ള് ബ്ലാക്ക് അടിച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ കടയിൽ നിന്ന് പുറത്തേക്കുള്ള വ്യൂ ട്ടാ. അപ്പൊ നമ്മുടെ ഐറ്റം വെക്കാൻ വേണ്ടിയിട്ട് ഫുള്ള് കഴുത്തും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ച് നോക്കുകയാണ്. അതുപോലെ പകലും വൈകിട്ടും എല്ലാ സമയത്തും കടയുടെ കാര്യങ്ങൾക്കായിട്ട് ഓടി നടക്കണ കാരണം കൊണ്ട് നമുക്ക് കുറച്ച് നാളായിട്ട് വീഡിയോസ് ഒന്നും ഇടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഇതാണ് നമ്മുടെ കടയുടെ പേര്, പീലി എന്നാണ് കേട്ടോ. നിങ്ങളുടെ വിളിപ്പേരാണ് പീലി എന്നുള്ളത്. അപ്പൊ പീലി തന്നെ ആക്കാമെന്ന് വിചാരിച്ചു. ഇത് നമ്മുടെ ഫാനും ലൈറ്റും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഒരു ലൈറ്റ് യെല്ലോ കളറിലുള്ള ആ ലൈറ്റ് കളർ തന്നെയാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതുപോലത്തെ ഒരു ഷെൽഫും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം നമ്മൾ പണിത് എടുത്തത് തന്നെയാണ് കേട്ടോ. പിന്നെ ഗ്ലാസിന്റെ മുകളിൽ ഇങ്ങനെ 2 പിക്ചറൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ സെറ്റ് ചെയ്യാൻ വേണ്ടിട്ട് തന്നെ ഒരുപാട് നേരം എടുത്തിട്ടുണ്ട് കേട്ടോ. ചെറിയ ചെറിയ പണികളാണ്, പക്ഷെ സമയം പെട്ടെന്ന് പോകും. അങ്ങനത്തെ പണികളാണ് കേട്ടോ. നമ്മള് കമ്മല് മേടിക്കണം, അതിന് റേറ്റ് ഇടണം. അതിന്റെ അതുപോലെ തന്നെ കമ്മല് മേടിക്കുമ്പോൾ തന്നെ നമ്മൾ അത്രയും ശ്രദ്ധിച്ച് മേടിക്കണം, കല്ല് പോവാതെയും കാര്യങ്ങളൊക്കെ ആയിട്ട്. പിന്നെ അത് സെറ്റ് ചെയ്യണം, റേറ്റ് എഴുതണം. പിന്നെ എന്താ ഉണ്ണീനോട് എന്താ പറയാ ഉറക്കി കെടുത്തിട്ടാണ് കേട്ടോ നമ്മളിത് പരിപാടികളൊക്കെ ചെയ്യണത്. അപ്പൊ ഒരു സൈഡിൽ നിന്ന് കമ്മലൊക്കെ സെറ്റ് ചെയ്ത് വരുന്നുണ്ട്. ഇത്രയും ഇത് നിറച്ചുണ്ടാക്കണ്ടേ. പിന്നെ അതുപോലെ തന്നെ നമ്മള് വേറെ കമ്മലുകൾ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കണം, അത് വെട്ടണം, പിടിക്കണം, അങ്ങനെ ഒരുപാട് പണികളുണ്ട് കേട്ടോ. പിന്നെ ചിന്നും മിന്നൂനും എല്ലാരെയും പണിക്ക് നിർത്തിയിട്ടുണ്ട് ഞങ്ങളിവിടെ. പിന്നെന്താ പറയാ, നമ്മുടെ ഒരു കുറച്ച് നാളത്തെ സ്വപ്നമായിരുന്നു അത്. മെയിനായിട്ട് മൈനേട്ടന്റെ സ്വപ്നമാണ് കേട്ടോ അത്, ഇതുപോലത്തെ ഒരു കട ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത്. നമ്മൾ അതുപോലെ തന്നെ കോസ്മെറ്റിക്സ് ഐറ്റംസ് ഒക്കെ വെച്ച് തുടങ്ങിയിട്ടുണ്ട്. കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ഫാൻസി ഉണ്ട്, അതുപോലെ കോസ്മെറ്റിക്സ് ആയിട്ടുണ്ട്. പിന്നെ റോൾഡ് ഗോൾഡിന്റെ കാര്യങ്ങൾ വരുന്നുണ്ട്. പിന്നെ നമ്മുടെ ഐറ്റം അത് നമ്മൾ റെന്റിലും കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിനും കൂടി വേണ്ടിയിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇപ്പൊ ഉണ്ണീനെ ഒരു ഭാഗത്ത് ഉറക്കി കിടത്തിയിട്ടാണ് ഈ പരിപാടികളൊക്കെ. ഉണ്ണിയുള്ള കാരണം കൊണ്ട് നമുക്ക് പെട്ടെന്ന് അങ്ങോട്ട് എല്ലാ കാര്യങ്ങളും സ്പീഡിൽ ചെയ്യണ പോലെ ചെയ്യാൻ പറ്റില്ല. നമ്മുടെ ലൈഫ് സ്റ്റൈൽ തന്നെ ചേഞ്ച് ആണല്ലോ കുട്ടി വന്നു കഴിഞ്ഞാല്. പിന്നെ കടയിൽ മാത്രമല്ല കേട്ടാ, വീട്ടിലിരുന്നിട്ടും ബാക്കി പണികളുണ്ട്. ഇത് നമ്മുടെ റോൾഡ് ഗോൾഡിന്റെ വളകളില്ലേ, കളറ് നോക്കിയിട്ട് എടുക്കുന്ന ഗ്യാരണ്ടി വളകളാണ്. അത് വള മേടിക്കണം നമ്മള്. അത് ബ്ലാക്കിൽ മേടിച്ചിട്ട് നമ്മള് റേറ്റില് എന്താ പറയാ കളർ ചെയ്ത് എടുത്തിട്ട് വേണം നമ്മൾ ടാഗ് ഇടണം. ടാഗ് ഇട്ടിട്ട് റേറ്റ് എഴുതണം. അപ്പൊ നമ്മൾ മേടിക്കുന്ന റേറ്റും കളർ എടുക്കുന്ന റേറ്റും നമ്മൾ ശരിക്ക് ഗോൾഡിന്റെ കളറാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അല്ലാണ്ട് കൂടുതൽ യെല്ലോ കൂടുതൽ അല്ലെങ്കിൽ ഒരു റെഡ് കളർ കൂടുതൽ അങ്ങനത്തെ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ. പിന്നെ കട ഒന്ന് സെറ്റ് ചെയ്ത് തന്നപ്പോഴാണ് നമുക്ക് ഇനിയും ആവശ്യങ്ങൾ ഉണ്ട് എന്ന് മനസ്സിലായിട്ട് വീണ്ടും അത് ഡ്രിൽ ചെയ്യാൻ ആൾക്കാരെ വിളിച്ചതൊക്കെ കേട്ടോ. പിന്നെ ക്യാമറ ഒക്കെ വെച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ കടയുടെ ഒരു ലുക്ക് എന്ന് പറയുന്നത്. നമ്മുടെ അടുത്ത് തന്നെ ഒരു മൊബൈൽ ഷോപ്പും കാര്യങ്ങളൊക്കെയാണുള്ളത്. പിന്നെ ഓപ്പോസിറ്റ് ഒരു സൂപ്പർ മാർക്കറ്റും ഒക്കെ ഉണ്ട് കേട്ടോ. ചെറുതായിട്ട് തിരക്കൊക്കെ ഉള്ള വഴിയാണ്. വടക്കാഞ്ചേരി കോടതിയുടെ സൈഡിൽ കൂടെ ഉള്ള വഴിയാണ് കേട്ടോ. പിന്നെ അവിടെ പഞ്ചായത്ത്, ബാങ്ക് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ നമ്മളൊരു വിധമൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ബോയ്സിന് വേണ്ടതുണ്ട്. പിന്നെ കൂടുതൽ നമ്മൾ ഗേൾസ് ഫാൻസി ഐറ്റംസ്, സ്കൂളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അവിടെ ഗേൾസ് സ്കൂളുണ്ട്. പിന്നെ മോതിരം, ക്ലിപ്പുകള്, സ്റ്റഡുകള്, അങ്ങനെയൊക്കെ. പിന്നെ ഇതാണ്ട നമ്മുടെ ഐറ്റംസ് ആണ്. നമ്മുടെ ഐറ്റംസിന്റെ കുറച്ച് ഐറ്റംസ് മാത്രം നമ്മളൊന്ന് ഷോ ചെയ്യാൻ വെച്ചതാണ് കേട്ടോ. ഇനി കൂടുതൽ വരുന്നതാണ്. ഓരോ ലോക്കറ്റുകള്, പിന്നെ കണ്ടില്ലേ നാഗപടം, അങ്ങനത്തെ. പിന്നെ 2 റോ നമ്മള് കമ്മലിന് മാത്രമായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതില് കമ്മല്, കൈച്ചേൻ, പാദസരം ഒക്കെ റോൾഡ് ഗോൾഡിന്റെയാണ്. പിന്നെ ഇത് കുറച്ചും കൂടി ഹെവി ആയിട്ടുള്ള കമ്മലുകളില്ലേ, അങ്ങനത്തെ ഹെവി ചെട്ടിനാടും അങ്ങനത്തെ ആയിട്ടുള്ള കമ്മലുകളുടെ ഒരു
കളക്ഷൻ ആയിട്ടത്. കമ്മലുകൾ താല്പര്യം ഉണ്ടാവുമല്ലോ. പിന്നെ ഉദ്ഘാടനം അങ്ങനെ പ്രത്യേകിച്ച് ആൾക്കാരെ വിളിച്ചിട്ടൊന്നല്ല ചെയ്തിട്ടുള്ളത്, ഉണ്ണിയും അച്ഛനും കൂടിയിട്ടാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. നമുക്ക് നമ്മുടെ കട ഒന്ന് തുടങ്ങി കിട്ടുക, കട ഫസ്റ്റിന് തുടക്കം ഇടാൻ വേണ്ടിയിട്ടാണ്. കുറെ നാളായി ഇതിന്റെ പിറകിൽ നടക്കുന്ന, 1 മാസത്തോളം നമ്മൾ കട എടുത്തിട്ട് അതിന്റെ പണികളും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ 10 മണിക്ക് ചെയ്യാം, ഉദ്ഘാടനം ചെയ്യാന്ന് വെച്ചാൽ ആൾക്കാരെ അധികം എത്തിയിട്ടില്ല. നമ്മുടെ ഫ്രണ്ട്സ് പിന്നെ ബന്ധുക്കളും കാര്യങ്ങളൊക്കെ ആയിട്ട് അടുത്തുള്ളവരൊക്കെ ആയിട്ട് എത്തിയിട്ടുണ്ട്. അപ്പൊ പിന്നെ നമ്മള് റിബൺ മുറിച്ചു. അപ്പൊ ഒരുപാട് കാലത്തെ ഒരാഗ്രഹമാണ്. പിന്നെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ സ്വപ്നത്തിൽ ഒരിക്കലും ഉണ്ടാവാത്തൊരു ഇതാണ് കേട്ടോ, ഒരു എന്റർപ്രണർ ആവാം എന്നുള്ള ഒരു ഇതൊരിക്കലും എന്റെ സ്വപ്നത്തിലൊന്നും ഉണ്ടായിരുന്നില്ല. ഞാനൊരു ഓഫീസ് ജോലി അങ്ങനത്തെ കാര്യങ്ങൾ അങ്ങനെ ചിന്തിക്കുന്ന ഒരാളായിരുന്നു കേട്ടോ. ഇത് വനേട്ടന്റെ ചിന്തയിലും ബിസിനസ് കാര്യങ്ങളൊക്കെ. അപ്പൊ അതിലേക്കുള്ള ഒരു പുതിയൊരു തുടക്കമാണ് ഞങ്ങളുടെ. അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം, കൂടെ നിന്നിട്ട്. പിന്നെ ഉണ്ണീനായിട്ട് നമുക്കിപ്പം ഉണ്ണീനായിട്ട് നമുക്ക് വേറെ എങ്കിലും ജോലിക്ക് പോണേക്കാൾ ഏറ്റവും നല്ല നമ്മുടെ സ്വന്തം സ്ഥാപനമാകുമ്പോ നമുക്ക് നമ്മുടെ കുട്ടീനെ നോക്കാം, നമ്മുടെ കാര്യങ്ങൾ നടക്കും അങ്ങനത്തെ. പിന്നെ അമ്മയാണ് വിളക്ക് വെച്ചു, നമ്മളൊരു ചെറിയൊരു ലക്ഷ്മി ദേവിയുടെ ഫോട്ടോ വെച്ചിട്ടുണ്ട്, ചെറിയൊരു വിളക്ക് ഉണ്ട്. അപ്പൊ നമുക്ക് എപ്പോഴും ഒരു ദൈവത്തിന്റെ കടാക്ഷം വേണമല്ലോ. അത് കാരണം കൊണ്ട് ചെറിയൊരു വിളക്കും കാര്യങ്ങളൊക്കെ വെച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട് നമ്മുടെ കടയില്. പിന്നെ എന്താ എല്ലാരും വിളിച്ച് എല്ലാരും വന്നു കേട്ടോ ആ സമയമാകുമ്പോഴത്തേക്കും. പിന്നെ നമ്മള് ലഡു വിതരണമായിരുന്നു. അപ്പൊ നമ്മള് ഒരുപാട് ഫ്രണ്ട്സിനോടും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഇപ്പൊ നിങ്ങളോടും പറയാണ്. നമ്മൾ ഇത്ര നാളിപ്പോ വീഡിയോ ഇടാതിരുന്നത് ഇതിന്റെ പിന്നാലെ നടക്കണ കാരണം കൊണ്ടായിരുന്നു കേട്ടോ. നമുക്ക് വീഡിയോസ് കറക്റ്റ് ആയിട്ട് എടുക്കാനോ അല്ലെങ്കിൽ അത് എഡിറ്റ് ചെയ്തെടുക്കാനോ ഒന്നിനും നേരം ഉണ്ടായിരുന്നില്ല. പിന്നെ ഇതൊക്കെ എഡിറ്റ് ചെയ്യാനൊക്കെ പറയുമ്പോൾ കുറച്ച് ടൈം എടുക്കുന്ന പണിയാണല്ലോ. പിന്നെ ഉണ്ണീനും വെച്ചിട്ട് വേണം നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ. അപ്പൊ അതിൻ്റെതായ ഒരു പരിമിതികളും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മുടെ കടയൊക്കെ സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. ഉണ്ണിയാണെങ്കിൽ ഒരു പാലുകൂടി ഇങ്ങനെ നിർത്തി വരുന്ന ഒരു സ്റ്റേജാണ്. അതുകൊണ്ട് അതിൻ്റെതായ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഒരുവിധം കുഴപ്പമില്ലാത്ത രീതിയിൽ നമ്മുടെ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് കഴിഞ്ഞു. പിന്നെ ഒരുപാട് പേർക്ക് സൺഡേയിൽ വരാൻ പറ്റിയിട്ടില്ല. അപ്പൊ അവരൊക്കെ പല ദിവസങ്ങളായിട്ട് വരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ലൈഫിലെ വേറൊരു ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. അപ്പൊ എല്ലാവരുടെയും അനുഗ്രഹം ഉണ്ടായിരിക്കണം, സപ്പോർട്ട് ഉണ്ടായിരിക്കണം എല്ലാവരുടെയും. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു ഇതിൽ നിൽക്കാനോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ജോലിക്കൊന്നും ഞാൻ പോയിട്ടില്ല. ഓഫീസ് ജോലി പോയിട്ടുണ്ട് എന്നല്ലാണ്ട് ഇങ്ങനെ ഇതിൽ സ്വന്തമായിട്ടൊരു നമ്മുടെ സ്വപ്നത്തില്, എന്റെ ഒരു സ്വപ്നത്തിലോ ഒരു വിദൂര സ്വപ്നത്തിൽ പോലും ഉണ്ടായിരുന്നില്ല എന്ന് പറയില്ലേ, അങ്ങനെയായിരുന്നു കേട്ടാ. അപ്പൊ നമ്മുടെ വിഷ്ണു എന്തുവാണ് എന്റെ ഫ്രണ്ടാണ് കേട്ടോ ആദ്യമായിട്ട് കടയിൽ നിന്ന് മേടിച്ചിട്ടുള്ളത്. അപ്പൊ അവളുടെ കൈനീട്ടത്തോടെയാണ് നമ്മള് കട തുടങ്ങിയിട്ടുള്ളത്. പിന്നെ ഇതെന്റെ അമ്മായിയാണ്, അമ്മായിയുടെ അനുഗ്രഹമാണ്. എന്താ പറയാ, നമ്മളെ അനുഗ്രഹം എന്നെ കണ്ണ് പറഞ്ഞു പോയിട്ടാ ഇങ്ങനെയൊക്കെ കിട്ടുമ്പോ. പിന്നെ എന്താ പറയാ, അത്രയും സന്തോഷത്തിന്റെ നെറുകയിൽ നിൽക്കുക എന്നൊക്കെ പറയില്ലേ, അങ്ങനത്തെ ഒരു ലെവലിലാണ് കേട്ടോ നിൽക്കുന്നത്. പിന്നെ ഇതൊക്കെ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെയാണ്. അത് വീണയാണ്, പിന്നെ അത് ദീപു, അങ്ങനെ ഫ്രണ്ട്സ് ഫാമിലി കാര്യങ്ങളൊക്കെ എല്ലാവരും വന്നിട്ടുണ്ട്. എല്ലാവരും അനുഗ്രഹത്തിന് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെന്താ പറയാ, പിന്നെ അത്രയും സന്തോഷത്തിലാണ്, എന്താ പറയണ്ടെന്ന് അറിയുന്നില്ല. അപ്പൊ എല്ലാവരുടെയും ആശീർവാദം വേണം. ഇപ്പൊ ഞാനുണ്ണി മാത്രമേ ഉള്ളൂ ഇപ്പൊ കടയില്. ഇപ്പൊ ഞാൻ നിങ്ങളെ മനെയായിട്ട് ഇവിടെ കൊടുന്നാക്കിയിട്ടാണ് പോയിട്ടുള്ളത്. പിന്നെ ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാല് എനിക്ക് വേണ്ടിയിട്ട് അവരുടെ വീട്ടിലിരിക്കല്, അപ്പൊ എനിക്ക് വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുള്ളതാണ്. അപ്പൊ നമുക്ക് ഉണ്ണീനെ നോക്കാനും പറ്റും, പിന്നെ അതുപോലെ ഒരു സൈഡായിട്ട് വരുമാനമാവും. അല്ലാണ്ട് ഇപ്പൊ ഒരു ജോലിക്ക് പോവാൻ, മുന്നേ ജോലിക്ക് പോയാറുണ്ടാണ്. അപ്പൊ അതുപോലെ ഒരു ഓഫീസ് ജോലിക്ക് പോവാനായിട്ടുള്ള ഒരു സാഹചര്യമല്ല നമുക്കുള്ളത്. അത് കാരണം കൊണ്ടാണ് കേട്ടോ. പിന്നെ ഉണ്ണിയുടെ കാര്യം പറയാനാണെങ്കിൽ കണ്ടില്ലേ, നമ്മുടെ ഈ തട്ടിലത്തെ സാധനങ്ങളൊക്കെ ആള് വെച്ചിടും. അപ്പോൾ പൊട്ടാത്ത തരം സാധനങ്ങൾ മാത്രമാണ് കേട്ടോ ഈ തട്ടിൽ വെച്ചിട്ടുള്ളത്. അതിന്റെ മുകളിലേക്കാണ് പൊട്ടുന്ന തരം കുപ്പികളൊക്കെ വെച്ചിട്ടുള്ളത്. പിന്നെ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ തന്നെ നോക്കണത് തന്നെയാണ് മെയിൻ പണി എന്ന് പറയുന്നത്. പിന്നെ നമ്മുടെ ഐറ്റംസ്, അതായത് പാലക്കാമാല നമ്മൾ റെന്റിന് കൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞില്ലേ, അങ്ങനത്തെ ആ റെന്റ് പീസ് ആയിട്ടുള്ള അങ്ങനത്തെ ഐറ്റംസിൻ്റെ വീഡിയോസ്, ഓരോ ഐറ്റമിന് വെച്ചിട്ടുള്ള വീഡിയോസ് നമ്മുടെ യൂട്യൂബ് ചാനലിലും പിന്നെ അതുപോലെ ഇൻസ്റ്റാ പേജിലും FB ചാനലിലും നമ്മൾ ഇടുന്നുണ്ട് കേട്ടോ. അപ്പം ഇതിൻ്റെതായിട്ടുള്ള ചെറിയൊരു തിരക്കുകളുണ്ട്. അപ്പം ആ തിരക്കൊക്കെ ഒന്ന് ഒഴിയട്ടെ എന്ന് വെച്ചിട്ടാണ് കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇടാം. അപ്പോൾ ഇപ്പം അത്രേ ഉള്ളൂ.
അപ്പൊ ടാറ്റ. അപ്പൊ അത്രേ ഉള്ളൂ കേട്ടോ.